ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ അമേരിക്കയിൽ നിന്നും വന്നതിനു ശേഷം ഒരു അടിയന്തര യോഗം വിളിച്ചുകൂട്ടിയെന്ന് അവസാന വീഡിയോയിലൂടെ നമ്മൾ അറിഞ്ഞു. ഇപ്പോ ഹിസ്ബുള്ളയെ തിരിച്ചടിക്കാൻ മസ്ജിദ് അൽ ഷംസിൽ നടന്ന ആക്രമണത്തിന് ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടി നൽകാനുള്ള ഒരു അംഗീകാരം ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു അംഗീകാരം ലഭിച്ചതിനു ശേഷം അമേരിക്ക, ജർമ്മനി, ഇറ്റലി, മറ്റ് യൂറോപ്യൻ യൂണിയനിലെ 80% പ്രധാനപ്പെട്ട നാടുകൾ എല്ലാം ലബനനിൽ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ ആരെങ്കിലും ലബനനിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകണം. അവസ്ഥ വളരെ മോശമായി മാറുകയാണ്. നിങ്ങളുടെ ജീവന് ആപത്ത് വരാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്വന്തം നാടുകളിലേക്ക് പോകണമെന്ന് ഒരു അറിയിപ്പ് കൊടുത്തിരിക്കുന്ന സമയത്ത് ഇന്ത്യയും ഇത് സംബന്ധിക്കുന്ന അറിയിപ്പ് ഇപ്പോൾ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ലബനന്റെ ബോർഡറിൽ ഏകദേശം 400-ൽ കൂടുതൽ മെർക്കാവ ടാങ്ക്സ് നിർത്തിയിട്ടുണ്ട്. 3 യൂണിറ്റ് ഓഫ് അയൺ ഡോമും ഇപ്പോൾ ഈ ഒരു ബോർഡറോട് ചേർന്ന് പുതുതായി കൊണ്ടുവന്ന് നിർത്തി. ഒരു അവസാന കോളിന് വേണ്ടി മാത്രമാണ് ഇസ്രായേൽ കാത്തിരിക്കുന്നത്. ഇതിനിടയിൽ ഇസ്രായേലിനും തുർക്കിക്കും ഇടയിൽ ഒരു സംഭവം നടന്നു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഇസ്രായേലിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് അവസാനിച്ചതിനു ശേഷം ആദ്യത്തെ അറിയിപ്പായി അവരുടെ ഭാഗത്തു നിന്ന് വന്നത് ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു തിരിച്ചടി നൽകാൻ പോകുന്നു. ഹിസ്ബുള്ള ആക്രമിച്ച ആ ഒരു ഭാഗത്ത് എത്രയും പെട്ടെന്ന് പ്രൈം മിനിസ്റ്റർ മീറ്റിംഗ് നടത്തും. അവിടെ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് നടത്തുന്ന അതേ സമയത്ത് ഇസ്രായേൽ ഒരു വലിയ കാര്യം ചെയ്യാൻ തയ്യാറെടുക്കും. ഇതുവരെയും ഇസ്രായേൽ ചെയ്തതിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഓപ്പറേഷനായി, ഒരു ഓപ്പറേഷൻ എന്ന് വേണ്ട, ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട സംഭവമായി ഇത് മാറും. ഇസ്രായേലിനെ ആര് എന്ത് ചെയ്താലും ഇസ്രായേൽ അവരെ എങ്ങനെ തിരിച്ചടിക്കും? ഇസ്രായേലിനെ ആരെങ്കിലും കൈവച്ചാൽ, അല്ലെങ്കിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് ഈ ഒരു സംഭവം വഴി ഇസ്രായേൽ ലോകത്തെ കാണിക്കാൻ പോകുന്നുവെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയതിനു ശേഷം ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ നോർത്തേൺ ഭാഗങ്ങളിൽ വളരെ കൂടുതലാകാൻ തുടങ്ങി. വ്യക്തമായി പറഞ്ഞാൽ കൂടുതൽ വോളണ്ടിയേഴ്സ്, മെഡിക്കൽ ടീം വോളണ്ടിയേഴ്സിനെ നോർത്തേൺ ഭാഗങ്ങളിൽ കൂട്ടാൻ തുടങ്ങി. കൂടാതെ ഹൈഫ പോർട്ടിൽ നിന്നും നോർത്തേൺ ബോർഡർ വരെ, ഇതിന് നടുവിൽ ചില കിലോമീറ്റർ ഉണ്ട്. ഈ ഹൈഫ ഭാഗത്തു നിന്നും നോർത്തേൺ ബോർഡർ വരെയും ഏതൊരു റെയിൽ സേവനങ്ങളും അടുത്ത ഒരാഴ്ചത്തേക്ക് ഉണ്ടാകില്ല. റെയിൽവേ നെറ്റ്വർക്ക് ഞങ്ങൾ 90% വരെയും ക്ലോസ് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട റെയിൽവേ ടണൽസ്, റെയിൽവേ നെറ്റ്വർക്ക് മാത്രമേ ഈ ഒരു കാലയളവിനുള്ളിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതിനാൽ ഈ ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. കഴിയുന്നത്ര നിങ്ങൾ ആ ഒരു ഭാഗത്തെ വിട്ട് പുറകിലേക്ക് വരണമെന്ന് ഒരു ഇവാക്യുവേഷൻ ഓർഡർ നൽകിയിട്ടുണ്ട്. അവിടെയുള്ള ജനങ്ങളെ മറ്റൊരു ഭാഗത്തേക്ക് സുരക്ഷിതമായി നീക്കാനുള്ള ഒരു ഓർഡറും ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു പ്രശ്നത്തെ കൂടുതൽ മോശമാക്കിയതെന്ന് ചോദിച്ചാൽ ഇല്ല. ഇസ്രായേലിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു: ലബനനിലുള്ള ഹിസ്ബുള്ളയെയും ലബനനെയും ഞങ്ങൾ ശിലായുഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ പോകുന്നു. ഹിസ്ബുള്ള അറിഞ്ഞു ചെയ്ത ഒരാക്രമണം, അവർ അറിഞ്ഞു ചെയ്തോ അറിയാതെ ചെയ്തോ, എന്നാൽ അവർ ഇസ്രായേലിനെ തൊട്ടു. അങ്ങനെ ആക്രമിച്ചതിന്റെ തിരിച്ചടി ഇസ്രായേൽ നൽകാൻ പോകുന്നു. ഞങ്ങൾ നൽകുന്ന മറുപടി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ മറക്കില്ല. ഇതുവരെയും ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴെല്ലാം ഇസ്രായേൽ നൽകാൻ കഴിയാത്ത ഒരു തിരിച്ചടി ഇപ്പോൾ നൽകാൻ തയ്യാറായി എന്ന് അവർ അവരുടെ ഒരു ഭാഗം പറഞ്ഞു. ഇപ്പൊ ഇസ്രായേലിലെ ജനങ്ങളുടെ സപ്പോർട്ട് എന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതും ഒറ്റ രാത്രിയിൽ. ഈ ഒരു അറിയിപ്പ് വന്ന 1-2 മണിക്കൂറിൽ തന്നെ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് റാലിയും അവിടെ നടക്കാൻ തുടങ്ങി. ഈ ഒരു റോക്കറ്റ് ആക്രമണത്തിന് മുൻപ്, ഈ ഒരു അറിയിപ്പിന് മുൻപ് വരെയും നെതന്യാഹുവിന് എതിരെ പ്രതിഷേധം നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതിന് അദ്ദേഹത്തിന് റേറ്റിംഗ് എന്നത് വീണ്ടും കൂടിയിട്ടുണ്ട്. ഇപ്പോ ഇസ്രായേൽ അറിയിച്ചതുപോലുള്ള ആ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നതിന് മുൻപ്, ലബനനിൽ അങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ നെതന്യാഹുവിന്റെ റേറ്റിംഗ് കൂടി എന്നുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ, ഹിസ്ബുള്ളയെ അവിടെ നിന്നും തുരത്തി ഓടിച്ചാൽ വീണ്ടും അയാളുടെ പ്രൊഫൈൽ റേറ്റിംഗ് എന്നത് കൂടും, ഒരിക്കലും കുറയില്ല. ഇതിനിടയിൽ തുർക്കിക്കും ഇസ്രായേലിനും ഇടയിൽ നേരിട്ട് ഒരു പ്രശ്നമുണ്ടായി. ഗാസയെക്കുറിച്ച് തുർക്കിയുടെ എഡോഗിനോടൊരു കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നഹനോ കരോബ, സിറിയ, ഈ 2 ഭാഗങ്ങളും ഇസ്രായേൽ ഓർത്തു വച്ചിരിക്കണം. ഈ 2 സ്ഥലങ്ങളെയും പറയാൻ കാരണം, ആ സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അർമേനിയ, അസർബൈജാൻ, മറ്റൊന്ന് സിറിയ, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ സ്ഥലത്ത് തുർക്കി ഡയറക്റ്റ് അകത്തേക്ക് ഇറങ്ങി. അവരുടെ ആർമഡ് ഫോഴ്സസ് അകത്തേക്ക് കയറി. പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അതുപോലെ ഗാസയുടെ വിമോചനത്തിനായി, പാലസ്തീന്റെ വിമോചനത്തിനായും തുർക്കി ഇസ്രായേലിനുള്ളിൽ ഇറങ്ങാൻ തയ്യാറാകും. ഞങ്ങൾ ഡയറക്റ്റ് നേരിട്ട് ഇസ്രായേലിനെ അടിക്കാൻ പോലും മടിക്കില്ല എന്ന് അയാളൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് എന്നത് ലോകം മുഴുവനും ഒരു ഭീഷണിക്ക് കാരണമായി. കാരണം ഡയറക്റ്റ് ഒരു നാടിന്റെ പ്രൈം മിനിസ്റ്റർ, ഇത് ഒരു സംഘടനയുടെയും നേതാവൊന്നുമല്ല,
തുർക്കി എന്നത് നാറ്റോയിലെ വളരെ പ്രധാനപ്പെട്ട നാടാണ്. ലോകം മുഴുവനും എടുത്താൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന്. അങ്ങനെയുള്ള ഒരു നാട് ഇസ്രായേലിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയതിലൂടെ ഇസ്രായേൽ മുഴുവനും അത് വലിയ ഭീഷണിക്ക് കാരണമായി. ഉടനെ ഇസ്രായേൽ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞ കാര്യം അറിയണ്ടേ? നിങ്ങൾ ഈ സദ്ദാം ഹുസൈനെ കുറിച്ച് മറന്നു എന്നാണ് ഞാൻ കരുതുന്നത്. സദ്ദാം ഹുസൈനെ നിങ്ങൾ ഓർത്തു വച്ചിരിക്കുക. അയാൾക്ക് എന്ത് സംഭവിച്ചു? എങ്ങനെയാണോ ഡയറക്റ്റ് ഇറാഖിൽ പോയി അയാളെ ആക്രമിച്ചത്, അതുപോലെ നിങ്ങളെയും ആക്രമിക്കാൻ തയ്യാറാണ്. സദ്ദാം ഹുസൈൻ ഉണ്ടായ ആ ഒരു അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് തുറന്നൊരു ഭീഷണി നൽകിയിട്ടുണ്ട്. ഇതൊരു സാധാരണ സ്റ്റേറ്റ്മെന്റ് അല്ല. ഒരു നാടിന്റെ പ്രൈം മിനിസ്റ്റർ ഞാൻ നിങ്ങളുടെ നാട്ടിൽ കയറി നിങ്ങളെ അടിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു പ്രശ്നത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുകയാണ്. ഇതിനിടയിൽ റഷ്യ ചെയ്തത്, സദ്ദാം ഹുസൈനെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുന്നു. സദ്ദാം ഹുസൈനെ കൊന്നത് ഇസ്രായേൽ അല്ല. നിങ്ങൾ അതുപോലൊരു സംഭവം തുർക്കിക്കും ചെയ്യും എന്ന് പറയുന്നു. തുർക്കിയുടെ പ്രസിഡന്റിനെ നിങ്ങളെ കൊണ്ട് അത്ര പെട്ടെന്ന് തൊടാൻ സാധിക്കില്ല. മാത്രമല്ല, ഇറാഖിൽ നടന്ന സംഭവം നാറ്റോ നാടുകൾ, അമേരിക്ക, യൂറോപ്യൻ യൂണിയനിലെ പല നാടുകൾ ചേർന്ന് ചെയ്ത ഒരു ചതിയാണ്. അങ്ങനെ ഒരു സംഭവം വീണ്ടും നിങ്ങൾ ചെയ്യുമെന്നുണ്ടെങ്കിൽ റഷ്യ അതിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് റഷ്യയുടെ അഭിപ്രായം ആ ഒരു സ്ഥലത്ത് പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കും. നേരത്തെ സിറിയ അടിസ്ഥാനമാക്കി റഷ്യ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട് റീജിയണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. സിറിയയിൽ സമാധാനം നിലനിർത്താൻ ഞങ്ങൾ എന്ത് കാര്യത്തിനും തയ്യാറാണെന്ന് റഷ്യ പറഞ്ഞു. ഇപ്പോ ഡയറക്റ്റ് തുർക്കി ഇതിനകത്തേക്ക് വന്നപ്പോൾ ലബനൻ യുദ്ധം ഒരുപക്ഷെ ഉണ്ടായാൽ അത് എത്രത്തോളം വലിയൊരു യുദ്ധമായി മാറുമെന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണം നൽകിയെന്ന് പറയാം. അങ്ങനെ മാറാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പൊ കണ്ടുവരികയാണ്. ലുഫ്താൻസ, എത്യോപ്യൻ എയർലൈൻസ്, ജർമ്മനിയുടെ എയർലൈൻസ് ഇവരെല്ലാവരും ലബനന്റെ തലസ്ഥാനത്ത് നിന്നും അവരുടെ എല്ലാ വിമാനങ്ങളെയും വരുന്ന ഓഗസ്റ്റ് മാസം 6-ാം തീയതി വരെയും കണ്ടീഷൻസ് ഇല്ലാതെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ ഒരു ബെയ്റൂട്ടിനെ ചുറ്റി 5 കിലോമീറ്റർ വരെയും ട്രാഫിക് അധികമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറ്റലി, ജർമ്മനി പോലുള്ള നാടുകൾ, അതും യൂറോപ്യൻ യൂണിയനിലെ വളരെ പ്രധാനപ്പെട്ട നാടുകൾ, അവരുടെ നാട്ടിലെ ജനങ്ങൾ ആരെങ്കിലും ലബനിൽ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പുറത്തേക്ക് വരണം എന്നൊരു അറിയിപ്പ് നൽകിയതിനു ശേഷം അവിടെയുള്ള എയർപോർട്ട് മുഴുവനും ജനങ്ങളുടെ തിക്കും തിരക്കും കൂടുകയാണ്. അവിടെയുള്ള ജനങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണമെന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ ട്രാഫിക് വർദ്ധിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടന്ന ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യ ഇക്കാര്യത്തിൽ പറഞ്ഞത്, ഇന്ത്യക്കാർ ആരെങ്കിലും ലബനിലുണ്ടെങ്കിൽ ഉടൻ തന്നെ എംബസിയെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കായിട്ടുള്ള സുരക്ഷയുള്ള സ്ഥലത്ത് നിങ്ങൾ താമസിക്കുക. പ്രശ്നങ്ങൾ അധികമാകുമെന്ന് തോന്നിയാൽ ഉടൻ തന്നെ എംബസിയെ കോൺടാക്ട് ചെയ്ത് സുരക്ഷയുള്ള സ്ഥലത്തേക്ക് വരണമെന്ന് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും അവരുടെ അഭിപ്രായം പറഞ്ഞു. അമേരിക്കയുടെ എംബസി, ലബനിലുള്ള എംബസി ഒരു അറിയിപ്പ് നൽകി. അമേരിക്കക്കാർ പുറത്തേക്ക് വരണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയല്ല, നിങ്ങൾക്ക് അവിടെ പ്രധാനപ്പെട്ട ജോലികളുണ്ട്, അല്ലെങ്കിൽ ലബനനിൽ വീണ്ടും ഒരുപാട് ദിവസം താമസിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഉള്ള ആ ഒരു ലൊക്കേഷൻ എംബസിയോട് പറയുക. നിങ്ങൾക്കായിട്ടുള്ള സുരക്ഷ അല്ലെങ്കിൽ സുരക്ഷയുള്ള സ്ഥലം ഞങ്ങൾ നൽകാൻ തയ്യാറാണ്, അതിനുള്ള നടപടികൾ എടുക്കാമെന്നും അമേരിക്ക ഇതിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ഇതിനിടെയാണ് അവസാനമായി വന്ന അപ്ഡേറ്റ് അനുസരിച്ച് 400-ൽ കൂടുതൽ ടാങ്ക്സ് ഈ ലബനൻ ബോർഡറിൽ ഇസ്രായേൽ നിർത്തിയിട്ടുണ്ട്. എല്ലാം മെർക്കാവ ടാങ്ക്സ് ആണ്. അതുമാത്രമല്ല, അയൺടോമിന്റെ 3 യൂണിറ്റും ഈ ബോർഡറോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സ്, കൂടുതൽ ആയുധങ്ങളും ടാങ്കുകളും അവിടെ വന്നിട്ടുണ്ടാകാം. ഇവയെല്ലാം കാണുമ്പോൾ ഹെസ്ബുള്ളയുടെ മറുപടി എന്തായിരിക്കും? കൂടാതെ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആ ഒരു സൈറ്റിൽ വിസിറ്റ് ചെയ്തു. ഇവയ്ക്കെല്ലാം ഹെസ്ബുള്ളയുടെ മറുപടി എന്തായിരിക്കും എന്നൊരു ചോദ്യം നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ടാകും. ഹെസ്ബുള്ളയുടെ നേതാവ് നസ്രുള്ള ഒരു കാര്യം പറഞ്ഞു, ഇസ്രായേൽ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതെല്ലാം കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇസ്ലാം നാടുകളുടെ എല്ലാം ഒരു കൂട്ടുകെട്ട്, അവരുടെ ബലം എന്താണെന്നുള്ളത് ലോകത്തിന് കാണിക്കേണ്ട സമയമായി എന്ന് അയാളും ഈ ഒരു യുദ്ധത്തിന് തയ്യാറാണെന്നൊരു അറിയിപ്പ് നൽകി. എത്രയും പെട്ടെന്ന് യുദ്ധം നടക്കാനുള്ള എല്ലാ സാധ്യതകളും വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.